എന്തടാ എന്തുവാ എന്തുവാ എവിടെ എന്ത് സംഭവം വള്ളിയാണോ വരണ വരണ സിറ്റുവേഷനാണെങ്കിൽ അങ്ങോട്ട് വാ വാ എല്ലാരും 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 വാ ഞാനിപ്പോ സ്റ്റോപ്പ് ഞാൻ സാൻഡിന്നാ വരുന്നേ വെയിറ്റ് വെയിറ്റ് ഒറ്റ സെക്കൻഡ് മീഡിയം ആണോ മീഡിയം ആണോ ഈ ഇത് നമ്മുടെ അടി തന്നെയാണോ അതോ വേറെ വല്ലതും ആണോ അടിക്കട്ടെ അടിക്കടിക്ക് അടിക്ക് അടി അടി ഏതാടാ ആരടിക്കണ്ടേ ആരടിക്കണ്ടേ രാജു ആരടിക്കണ്ടേ ഇത് ഞാൻ മേക്ക നിങ്ങളൊക്കെ എവിടെ നിന്നാ ഇനി ആരെങ്കിലും ഉണ്ടോ ബാക്കി നമ്മള് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് പിങ്ങിലെന്നെ ഇവിടെ പിങ്ങിലെന്നെ എന്റെ പിങ്ങിലെന്നെ പെട്ടെന്ന് പിങ്ങിലെന്നെ വർഷം റിപ്പയർ എടുത്തല്ലോ ഓക്കെ ഓക്കെ ആ ഇവിടെ ഇവിടേക്ക് ഇവിടേക്ക് വണ്ടി ആ വണ്ടി എടുക്കില്ലേ ആ വണ്ടി സിറ്റുവേഷൻ എടുക്കില്ലേ ഓക്കെ ബാനാന്നേ ഞാൻ ഇതുകൊണ്ട് വണ്ടി എടുത്ത് ഞാൻ മാറ്റിട്ട് തരാം വെയിറ്റ് എടാ എല്ലാരും ഇവിടെ വന്നേക്കേ ആരെയാന്ന് മറ്റേ കൊന്നേനെ കൊണ്ടുവരട്ടെ ഇങ്ങോട്ട് ഞാൻ ഒരുത്തനെ മാത്രമേ അഴിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ആ വൈറ്റ് ടീഷർട്ട് പിന്നെ വേറെ ആരാന്ന് അറിയില്ല ബാക്കിയുള്ളവരോടെ ഒരു സിറ്റുവേഷൻ സോറി ആരെയാ അടിക്കുന്നത് എന്റെ മേലെ പിങ്ങട്
നിങ്ങളല്ലേ എവിടെ? ഞാൻ ഡ്രസ് ഷോപ്പ് എത്തി. ഞാൻ മറ്റേ വണ്ടി മാറ്റാൻ പോയതാ. ഡ്രസ് ഷോപ്പ് എത്തി. ഇതിന്റെ സക്കായി ഇത് VNV. ആ ഈ മുകളിലോട്ട് കയറുന്നേരാ. അത് ഞാൻ വെള്ള ഡ്രസ് ഞാനാണ്. ഇങ്ങോട്ടാ അവൻ 1 SP അവനാടി 1 SP അവൻ. ഡ്രസ്സുള്ള എല്ലാരും അടിക്കും കേട്ടോ. ഡ്രസ്സുള്ള എല്ലാരും അടിക്കുക. ശിവന് വണ്ടി എടുത്താരാ? ഇതാരാന്നേ? നമ്മളെല്ലാവരും ഡ്രസ് വരാ. എടാ എന്റെ ഡ്രസ് വരാൻ പറ്റുന്നില്ല. ഒരു വെള്ളം പോയില്ല ഞാനാണ്. എനിക്ക് ഡ്രസ് വരാൻ പറ്റുന്നില്ല. ആർക്കോട്ടെ എല്ലാരും ഒന്ന് പിങ്ങിട്ടാ പറയുന്നില്ല. ഇതൊക്കെ അപ്പല്ലേ പാൽക്ക് ചത്തേ. ഇതൊക്കെ ആരാ? ഫ്രണ്ടിലാരാ? കഴിഞ്ഞു. എല്ലാരും ഡൗൺ അല്ലേ? ഡൗൺ അല്ലേ? ഡ്രസ് ഇട്ടാരാ? അല്ലല്ല അത് ആരും പേടിക്കണ്ട. എല്ലാരും കൊണ്ടോ. ഈ അടിയിൽ 2 ബിൽഡിങ്ങിന്റെ ഗ്യാപ്പിൽ ഒരു ബനിയനിട്ട് ഒരുത്തുണ്ട്. അതാരാ നോക്കി നമ്മളെ തീർത്തേരെ. അപ്പൊ അഫ്ഗാൻ എന്ത് സിറ്റുവേഷൻ എന്താ അറിയത്തില്ല. ഇപ്പൊ ഇത് നോക്ക എന്താന്ന് അറിയാൻ പറ്റില്ല. വെറുതെ അടിച്ചിട്ട് അപ്പൊ നമ്മൾ തിരിച്ചടിച്ച അത്ര ഇങ്ങോട്ട് വെറുതെ അടിച്ചിട്ടാ. അവന്മാരെല്ലാം ഇവിടെ കൊണ്ടിടും. എടാ ഇതൊന്നും നമ്മുടെ ആരും അല്ലല്ലോ. ഒരു വണ്ടി ഇതുണ്ടോ? ഒരു വണ്ടി വന്നേ. ദൈവമേ, സെനക്സിനെ ഇപ്പൊ കത്തിച്ചേരെ. ജെനക്സിനെ ഇപ്പൊ ഞാൻ കത്തിച്ചാലും കേട്ടാ. ആ മിയോറ പറഞ്ഞത് അവരുടെ ആളാന്ന്. മാറ്റി കത്തിച്ചാക്കിയ പൊന്തിച്ചേ. ഇത് ഇവിടെ കൊണ്ടുപോവാ. എടാ ഇത് വേറെ മാറ്. എടാ പെട്രോൾ ക്യാനുണ്ടോ? ആ പറ ബ്രോ. എന്താ ബ്രോ? അതെ ഗ്യാങ് ഒന്നുമല്ല ബ്രോ. അതെ ബ്രോ. ബ്രോയുടെ പേരെന്താ? ഇങ്ങോട്ടോ.
ടി വി ഡ്രസ് ഏതാ പൊങ്ങി കൈവക്കി സിറ്റിസൺ സിറ്റിസൺ ഇതല്ല നമുക്ക് അറിഞ്ഞൂടെ ഇത് ആരെ ഗ്യാങ് ആണ് സിറ്റിസൺ ആണെന്നൊന്നും കത്തിക്കട്ടെ ചേർത്തിട്ട് കത്തിക്കട്ടെ എനിക്ക് എല്ലാத்தைയും ഒരുമിച്ചിട്ട് കത്തിക്കട്ടെ അങ്ങനെ കൈവക്ക് രാജുബായ് എടാ ഇ എം എസ് വിളിച്ച് രാജുബായിനെ പൊക്കിച്ചേ രാജുബായിനെ പൊക്കിക്ക് നമ്മുടെ ഫാൽക്കണെ രാജുബായിനെ പൊക്കിക്ക് കത്തിക്കണ്ട സംസാരിക്കാം എന്നാ പിന്നെ കത്തിക്കണ്ട പൊക്കിക്ക് അമർ ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചു എന്റെ അടുത്തോട്ട് എനക്കെല്ലാം അറിയുന്ന ആളാ ഹലോ 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 ആരേത് ആരേത് ഞാൻ മാക്കാണ് ആരേത് പറയ ബ്രോ ഇത് എന്താ സംഭവം എടാ എന്നാ വിളിച്ചിട്ട് പൊക്കിക്ക് പൊങ്ങിട്ട് സംസാരിക്കും എടാ ശിബു എല്ലാം കഴിഞ്ഞു ഒന്ന് വന്നേര് ശിബു എന്തായാലും നിക്ക് ഇപ്പൊ തൽക്കാലം ഞാൻ പറയാം അതെ അത് പറ്റത്തില്ല അതവിടെ നിക്ക ബ്ലേക്ക് അത് നടക്കത്തില്ല വെയിറ്റ് ആക്ക് സാൽക്കണ അടിച്ചിട്ടിട്ട് തിരിച്ചടിച്ച് അത് കുഴപ്പമില്ല അത് ചോദിക്കണം അങ്ങനെ വിടാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് നിങ്ങൾ ഒരു മിനിറ്റ് സൈലന്റ് ആവാ ഗൈസ് ഒരു മിനിറ്റ് കാര്യം പറയട്ടെ ഈ അടിച്ചാല് അങ്ങോട്ട് പേര് ചോദിച്ചതിന് ശേഷം സംസാരിച്ച് തീർക്കേണ്ട ഒന്ന് രണ്ട് പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊഴിച്ച് വേറെ ആരും നെഞ്ചത്ത് കയറാൻ വന്നാലും തിരിച്ചടിക്കും മനസ്സിലായോ ഇല്ലല്ല അവന്മാര് കത്തി ഇത് 2-3 പേര് വന്ന് കത്തിക്കണ്ടെന്ന് പറഞ്ഞു എന്റെ അടുത്ത് രാജുബായിനെ ഒന്ന് പൊക്കിച്ചേ എന്നിട്ട് അവന്മാരെ ഗണ്ണേമി നിർത്തണടാ ഹലോ 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 അന്ന ഞാൻ ഒരു സിറ്റുവേഷൻ ഞാൻ കഴിയുമ്പോ വിളിക്കാം നമ്മളാളെ പൊക്കിക്ക് രാജുബായിനെ ഫാൽക്കണെ പൊക്കിച്ചിട്ട് കാര്യം അറിയും രാജുബായിനെ ഫാൽക്കണെ പൊക്കിച്ചിട്ട് കാര്യം അറിയും സാറേ മേഡം പെട്ടെന്ന് പൊക്കി തരാം മേഡം പെട്ടെന്ന് നോക്കണേ ഫാൽക്കന്റെ പൊടി എവിടെ ഫാൽക്കന്റെ പൊടി കൊണ്ടുവന്നേ ഫാൽക്കന്റെ പൊടി പെട്ടെന്ന് കൊണ്ടുവന്നേ ഫാൽക്കന്റെ ഇവിടെ എന്റെ പിങ്ങി കൊണ്ടോ മേഡം ഇതൊന്ന് പൊക്കണേ എന്റെ പിങ്ങി കൊണ്ടോ ഫാൽക്കണെ അത് മതി മേഡം ദാദാ ഈ രണ്ടാമത് ഈ വൈറ്റ് ഷർട്ടിനെ പൊക്കിക്കും മേഡം ഷിബു കേക്കോ നമ്മുടെ കൂട്ടത്തിലുള്ള 2 പേരെ അടുത്ത് കത്തിക്കേണ്ട കാര്യം അറിയുന്ന ഇത് നിക്ക് ഷിബു ഞാൻ പറയണേ എനിക്കറിയണ ആളാണ് കത്തിക്കരുത് ഡിസ്പ്ലേ പറയണേ ഷിബു വാ നീ വാ ഷിബു നീ ടി വി ഡ്രസ് വാ ഷിബു നീ ടി വി ഡ്രസ് ഷോപ്പിൽ വാ ഷിബു ഞാനല്ലേ വിളിക്കണേ നീ ടി വി ഡ്രസ് ഷോപ്പ് എന്റെ പിങ്ങോ ഷിബു എന്റെ പിങ്ങോ രാജുബായി എന്റെ പിങ്ങോ ഫാൽക്ക നിന്നെന്തിനാ അടിച്ചേ ഇത് ഷാഗിയല്ലേ ഇത് ഷാഗിയല്ലേ നമ്മളെല്ലാരും പൊക്കി മേഡം വെയിറ്റ് ചെയ്യേ ഇത് പൊക്കിക്കോ ഇല്ല ഫയർ ഇല്ല മേഡം ഇത് ഈ മാസ്കിനെ ഒന്ന് നോക്കണം ഈ 2 പേരെ നോക്കണേ ഷിബു പെട്രോൾ ക്യാൻ എടുത്ത് വെച്ച് കത്തിക്കാ കൂട്ടിട്ട് കത്തിക്കാൻ ഇ എം എസ് ലീവ് ചെയ്താൽ പറ നമ്മുടെ മനസ്സിലായി ഒന്നുമില്ല നീ പറഞ്ഞ ശരിയാ രാജുബായി അവന്മാരെ കത്തിച്ച് ഇ എം എസ് ലീവ് ചെയ്തോളാൻ പറ
ഇത് ഇപ്പൊ ഇപ്പൊ എന്താണ് CBI കളിക്കുന്നത് കത്തിച്ചിടും ഓജി ആരെയാണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് അടിച്ചു എല്ലാം ചെന്നിട്ട് മാക്കിന് അറിയാന്ന് പറഞ്ഞിട്ട് നമ്മ അങ്ങനെ ചെയ്യാൻ അങ്ങനല്ല മാക്കിന്റെ പെണ്ണ് ഗ്യാങ്ങി കളിക്കുന്നു ഷെയ്ക്കിന്റെ പെണ്ണ് കളിക്കുന്നത് അങ്ങനെ പിന്നെ ഒരിക്കലും അങ്ങനെ നമുക്കൊന്നും ഇല്ലടാ മോനെ കത്തിക്കാനല്ലേ പറഞ്ഞേ എടാ കത്തിക്കടാ അവന്മാരെ കത്തിക്കടാ പൊങ്ങിയെങ്കിൽ അടിച്ചിടാ അങ്ങോട്ട് പൊക്കിയതാ എവിടെ എന്താ സിറ്റുവേഷൻ എന്തായിരുന്നു? ഷാഗി ഇങ്ങോട്ട് വന്നേ തോക്കെടുക്കല്ലേ ബ്രോ? ഷാഗി പറ കാര്യം പറ. എനിക്ക് പറഞ്ഞു ഷാഗി പറഞ്ഞു. എനിക്ക് ഫുള്ള് കത്തലായിരുന്നു. അപ്പം ഇവിടെ നിറച്ചു വണ്ടി. അപ്പൊ ഞാൻ വന്ന് അവനെ അറിയാൻ തട്ടി. ഇവൻ മറ്റേ സോറി പറയാനുള്ള ഗ്യാപ്പ് പോലും എനിക്ക് വരാതെ ഇങ്ങോട്ട് കൊണച്ച. അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഹെൽമെറ്റ് പോലും വെച്ചിട്ടില്ല. എന്നിട്ട് അവൻ മറ്റേ പിക്സിൽ അടിച്ചടിച്ചിട്ടേക്കണം. ഒരു മിനിറ്റ് ഫാൽക്കന്റെ പിന്നിലോട്ട് വന്നേ. വേറെ ഒന്നും കാരണമല്ല. അത് മാത്രമല്ല ബാക്കി പറ. നിങ്ങളെ കൂട്ടത്തിലോട്ട് തന്നെ നമ്മളിങ്ങനെ നമ്മളോട് ചോദിച്ചു എന്താ അടിച്ചിട്ടെന്ന് ചോദിച്ചപ്പോ അവനെ ഭയങ്കര ഡയലോഗ് അടി. അവന് നമ്മള് 4 പേര് മനസ്സിലായില്ലേ? നമ്മള് അടിച്ചെന്നെ പാൽക്കൻ അടിച്ചെന്നെ കണ്ടിട്ട് നമ്മൾ അടിച്ചില്ല അവനെ. നമ്മള് കാര്യം പോയി ചോദിക്കുക. അപ്പൊ അവന് കൈ പൊക്കാൻ മതി. അവന്മാര് കേറുന്നുണ്ട്. ആള് കേറുന്നുണ്ട്. ഡ്രസ് ഷോപ്പിലുള്ളവനാണ് ഞാൻ പിന്നെ ഗണ്ണയം ചെയ്തിട്ട് അതെന്താ ഷാഗി 4 പേര് ഗണ്ണയം ചെയ്താല് പേടിക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഷാഗി? അല്ല നീ അതല്ല അത് ചോദിക്കണ്ട. അത് താല്പര്യമില്ല. 4 പേര് വന്നിട്ട് ഈ കത്തിച്ചൂട് മരുന്നും വേണ്ട, കത്തിച്ചൂട് മതി. ഇത് മരുന്നും സൈഡിലും വേണ്ട. കത്തിച്ചൂട് എല്ലാത്തിനും കുറെ നേരം എല്ലാ ദിവസവും. ഷാഗിന് എന്താ ചെയ്യണ്ടേ രാജുഭായ്? എടാ ഈ സിറ്റിസനെ കൊല്ലല്ലേ? സിറ്റിസനും ചെയ്യില്ല. ഇത് സിറ്റുവേഷൻ ഇല്ലാത്തവനും ചെയ്യില്ല. ഇത് സിറ്റിസനാ. അവനെ മാറ്റിയിട്. ആരെ ഫയർ ചെയ്യുന്നേ? ഇതൊക്കെ ആരാ? ഒരു സിറ്റിസൺ ഉണ്ടോ? ഒന്ന് പൊക്കട്ടെ. ഇവിടെ നിക്കുകയാണെങ്കിൽ നീയൊക്കെ വളഞ്ഞു നിക്കണം. ഒരുമാതിരി ഒറ്റക്ക് ഇങ്ങനെ ഇത് ഇവിടെ എല്ലാരും കത്തിക്ക്. എല്ലാരും കത്തിക്ക്. ചത്തോമരെ കത്തിക്കടാ. മറ്റേ കല്ലു വെൽക്കം ടു സ്ട്രീം. എടാ ഒന്ന് കത്തിച്ചാ വേഗം കത്തിക്കുന്നു. നോക്കി സിറ്റിസനൊക്കെ മാറ്റി നോക്കി നിക്കണേ. മാറ് ആളും തരമൊക്കെ അറിഞ്ഞിട്ട് അടിക്കരുത് കേട്ടോ. ഏത് തീട്ടക്കണ്ടികളാണെങ്കിലും കിട്ടും. ആര് വന്ന നോക്കിക്കോണേ രാജുഭായ്, നോക്കിക്കണേ. പറഞ്ഞോ. ഇവര് ഫസ്റ്റ് ഓഫ് ഓൾ ഇവരൊരു ഫാമിലിയാണ്. ഇവരെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ റീസ്പോൺ ആയാലും ഇവർ പുതിയ സിറ്റുവേഷൻ എടുത്ത് വന്ന് അടിക്കുന്ന ടീമാണ്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ അവരിപ്പോ വരും. അവരെന്തായാലും 6 പേര് ഇപ്പൊ 12 പേരായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് മാറിയിട്ടെ അപ്പാർട്ട്മെന്റ്സ് ഗണ്ണെടുത്താലോ? എടാ കയ്യിൽ ഗണ്ണില്ലാത്തവന്മാര് 2 മിനിറ്റുള്ളിൽ പോയി ഗണ്ണെടുത്തേ. പോ. തരാം ബാബാ. എന്റെ അടുത്തോ അപ്പാപ്പന്റെ വീട്ടിലോട്ടോ. എല്ലാരും അപ്പാപ്പന്റെ വീട്ടിലോട്ടോ. ആര് ഷർട്ടോടെ നിക്കണ്ട. വെള്ള ഷർട്ടാണെങ്കിൽ എസ്പെഷ്യലി മാറ്റിക്കട.
എടാ നമുക്ക് നമ്മളെ ഡ്രസ് എടുത്തിടാം. എടാ അപ്പാപ്പന്റെ വീട്ടിലുണ്ട് ഞാൻ. ജാക്കറ്റ് എടുത്തിട്ടോ നിങ്ങൾ ആവുന്നവരൊക്കെ. നമ്മുടെ ടെമ്പററി ഗ്യാങ് ഡ്രസ് ഉണ്ടല്ലോ അതിട്ടെ ജാക്കറ്റ് തരാം വെയിറ്റ് ആക്കി തരാം. രാജുഭായി അടുത്തൊരു അടി കുറെ ഗ്യാങ് വണ്ടി വന്നിട്ടുണ്ട് പുറത്ത്. നമ്മുടെ ആൾക്കാർ ഇവിടെ എല്ലാം ഉണ്ടല്ലോ. മറ്റേ ഡ്രസ് ഇട്ട് എല്ലാരും മറ്റേ ഡ്രസ് ഇട്ട് അടി ഇവിടുന്ന് പോയിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് കയറി ഗ്രൂപ്പ് ആയിട്ട് വരാനേ ഞാൻ പറയത്തുള്ളൂ. ഇത് മണ്ടത്തിലാണ്. ഡ്രസ്സിന്റെ കളർ പറഞ്ഞ കോഡ് ഇവിടെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. രാജുഭായി ഇവിടെ നിൽക്കുന്ന മണ്ടത്തിലെ രാജുഭായി. മറ്റേ ജാക്കറ്റിന്റെ കോഡ് എന്തായിരുന്നു? എടുക്കട്ടെ പോയിട്ട് ജാക്കറ്റിന്റെ കോഡ് നോക്കി പറഞ്ഞേ. എത്ര കേട്ടില്ല. എടാ 344 12 ആ കുഴപ്പമില്ല വരട്ടെ. ഗണ്ണില്ലാത്ത എത്ര പേരുണ്ട് ഇപ്പം? ഒറ്റക്കോൾ അപ്പാർട്ട്മെന്റ്സ്. അപ്പാപ്പന്റെ വീട്ടിൽ ഞാൻ വരാം. അപ്പാപ്പന്റെ വീട്ടിലോട്ട് ഞാൻ വരാം. അവിടെ നിൽക്കാം. എന്റെ വണ്ടിക്കകത്ത് ഗണ്ണുണ്ട്, എടുത്തു തരാം. 4 പേർക്കുള്ള ഗണ്ണ് ഞാൻ തരാം. ഇല്ലാത്തവരുടെ വാ രാജുഭായി അപ്പാപ്പന്റെ വീട്ടിലോട്ട് എന്നൊന്ന് ക്യാരി ഇടേ. ഇതിനകത്ത് സ്ഥലമൊന്നുമില്ല. അപ്പോ അപ്പാർട്ട്മെന്റ് അവിടെ നിന്ന് വണ്ടി എടുത്തു തരാം. അപ്പോ അത് ഏച്ചിയുടെ വണ്ടിയാ. അവിടെ ഡ്രസ് ഫൈനൽ കോള് കേക്ക്. ഡ്രസ് ഷോപ്പിൽ ആരും കേക്കണ്ട. ഡ്രസ് ഷോപ്പിൽ ആരും നിക്കണ്ട. അപ്പാർട്ട്മെന്റ് ഫൈനൽ കോൾ അപ്പാർട്ട്മെന്റ്. അതെ ഗണ്ണ് കിട്ടാനും അപ്പാർട്ട്മെന്റ്. അവിടെ നിന്ന് വണ്ടി എടുത്ത് തരാം. വണ്ടി എടുത്ത് തരാം. ചോദിക്കൊന്നുമല്ല, ഒറ്റ കോളാണ്. നിങ്ങളോട് എന്താ പറഞ്ഞത് കേൾക്കാത്ത? 8 പേരുടെ കാര്യം ഓർത്തോണേ. രാജുഭായി 8 പേരല്ലേ ഉള്ളായിരുന്നു? 8 പേരല്ലേ ഉള്ളായിരുന്നു? കൺഫേം അല്ലേ? കുറവേ ഉള്ളു. 8 കുറവ്. അപ്പാപ്പന്റെ വീട്ടിൽ വരാൻ പറഞ്ഞു. നമ്മളെ 8 കുറവായിരുന്നു. ഓൾറെഡി അടിപൊട്ടി അമാർക്കുന്ന ഈ എഡ്മിൻസ് എന്താ സംഭവം? മറ്റേ റീസ്പോണിന്റെ സംഭവത്തിനാണ് എടുത്ത് മാറ്റിയത്. ചുമ്മാ അമരെ അടുപ്പിച്ചു വിട്ടോ? റിസ്പോൺ അടുപ്പിച്ചോ? ഇല്ല അമാരെ മറ്റേ BNB പോയി എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയോ? കണ്ടോണ്ടിരിപ്പുണ്ടോ? പക്ഷെ നമ്മൾ പറഞ്ഞാലും ഇന്ന് റീസ്പോൺ ആക്കത്തുള്ളൂ. BNB എടുത്തോണ്ട് പോയാ അവര്? പിന്നെ അതല്ലേ ഞാൻ പറഞ്ഞ എടുത്തോണ്ട് പൊക്കാളം പറഞ്ഞു. കൊണ്ടുപോട്ടെ. എന്തായാലും അവന്മാര് സിറ്റുവേഷൻ അവന്മാര് നമ്മൾ കത്തിച്ചാലും ഇല്ലെങ്കിലും അവന്മാര് സിറ്റുവേഷൻ ഫ്രെയിം ചെയ്ത് വരും. അപ്പാർട്ട്മെന്റ്സ് നമുക്ക് ഗാങ്ങായിട്ട് സിറ്റുവേഷൻ എടുക്കാൻ പറ്റില്ല. ഗാങ്ങായിട്ട് പറ്റത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ കൊടുക്കാനുള്ള കൊടുത്തല്ലോ. ഇപ്പൊ കുറച്ച് മാറി നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് നിക്കാന്നല്ലാതെ ഇനി അങ്ങോട്ട് പോകണ്ട. ഇനി നമുക്ക് ഒരിടത്ത് എൻജോയ് ചെയ്തോണ്ടിരിക്കാം. വല്ല പൊട്ടയൊക്കെ നമ്മളടുത്ത് വല്ല പൊട്ടൽ കാര്യങ്ങളായിട്ട് വരികയാണെങ്കിൽ നമുക്ക് അപ്പാപ്പനെ വളഞ്ഞ് ഫ്രഷ് വന്നേ. അടിപൊളി. ഇതെന്താണ് എത്ര നേരം കൊടുക്കണ്ടേ? എത്ര പ്രാവശ്യം പറഞ്ഞു അപ്പാർട്ട്മെന്റ് എത്ര സമയം കൊണ്ട് പറയുന്നതാ? എന്തൊരു വണ്ടിക്കറിടാൻ പറയാം. നൈസായിട്ട് വണ്ടിക്കറി വിട് നിക്കല്ലോ. പെട്ടെന്നോ വേറെ ആരെയും നോക്കണ്ട. അപ്പാപ്പനെ ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ അപ്പാർട്ട്മെന്റ് നല്ല ജീപ്പ് എടുക്കാം. എന്റെ ജീപ്പ് ഉണ്ട്. ജീപ്പ് നല്ല വണ്ടികള്, സ്പീഡ് വണ്ടികളൊക്കെ എടുത്തു. നമ്മുടെ കൂടെ സ്പൈഡർ എന്ന് പറഞ്ഞ ഒരുത്തോണ്ടായിരുന്നടാ. അവന് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അവന്റെ എംആർസി ടാഗില്ലല്ലോ. അവൻ എംആർസിന്റെ പേര് പറയായിരുന്നാ മതി. ഹെൽത്ത് പോഷൻ ഉണ്ടോ? ഹെൽത്ത് മറ്റേ പച്ച അതല്ല ഇവിടെ. വെയിറ്റ് ജാസി എവിടെ?
എന്നാ എടാ ഇങ്ങ ആൾക്കാരെല്ലാം സേഫ് ആണെന്ന് തോന്നുന്നു. ജാർജിന്റെ ബോഡി അവിടെ ഉണ്ട്. ഒരു ലാസ്റ്റ് കാര്യം ഞാൻ ചോദിക്കട്ടെ, എല്ലാരും ഇവിടെ എത്തിയില്ലേ അപ്പാർട്ട്മെന്റ്? അപ്പനെ വണ്ടിക്കകത്ത് എടുത്തു അല്ല ഞാൻ അപ്പാർട്ട്മെന്റ് എത്തിയായിരുന്നു. പിന്നെ അപ്പാപ്പന ഡ്രസ് ഷോപ്പിൽ എന്തോ ഇതായെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും ഡ്രസ് ഷോപ്പിന്റെ സിറ്റിസൺസ് ആണ് ബ്രോ. നമ്മുടെ പേര് ഷിബു. മച്ചാന്റെ പേരെന്താണ്? എന്താണ്? ഒന്നുമില്ല ബ്രോ. എന്താന്ന് ബ്രോ? സുഖല്ലേ ബ്രോ? എന്റെ പേര് ഷിബു. എന്റെ പേര് മാക്. റിനു സാം ബ്രോ എൻഗേജ്മെന്റ് പാർട്ടി എവിടെ മുത്തേ? റിനു ബ്രോ ഉറപ്പായിട്ടും ഉടനെ ചെയ്യാം. താങ്ക് യു ഫോർ 10 ID ബ്രോ. തിരക്കില്ലല്ലോ ബ്രോ. പറഞ്ഞു എന്ത് പറ്റി? വേറെന്താ എടാ അമ്മാരുടെ കയ്യിൽ നിന്നൊരു കോള് വരുന്നുണ്ട് കേട്ടാ. അമ്മാരുടെ കയ്യിൽ നിന്നൊരു കോള് വരുന്നുണ്ട്. ലൊക്കേഷൻ കൊടുക്കട്ടെ. നമ്മള് ചില്ലിങ്ങാന്ന് പറയാം. ഹലോ അമ്മ ചില്ലിങ്ങാന്ന് പറയാം അല്ലേ? സംസാരിക്കല്ലേ, വേറെ ചില്ലിങ്ങാന്ന് പറയാം. ഹലോ ഇത് MRZ ആണോ? MRZ ഐ മീൻ MRZലെ മാക് ആണോ? ഞാൻ മാക് ആണ് ബ്രോ. പറഞ്ഞോളൂ. ഒന്ന് എവിടെ ഉണ്ടെന്ന് കാണാൻ പറ്റുമോ? ഞങ്ങള് ചെറിയൊരു പരിപാടിയിലാണ് ബ്രോ. പറഞ്ഞോളൂ. എന്താ ഇതാരാണ് വിളിക്കുന്നത്? പേരെന്ന് പറയാമോ? ഇത് VNVയിലെ ലീഡറാണ് വിളിക്കുന്നത്. ഒന്ന് കാണാൻ പറ്റുമോ? VNVയിലെ ലീഡർ. എന്ത് പറ്റി ബ്രോ? എന്തായിരുന്നു കാര്യം? ബ്രോ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, അതിനെ കുറിച്ച് ഒന്ന് ചോദിക്കാനാ. സംസാരിക്കാനാണോ? ഓ സംസാരിക്കാനാണ്. ഓക്കെ. അത് എന്താ സംഭവം എനിക്കറിയില്ല. ഞാൻ എന്തായാലും ബ്രോനെ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാം. ഒരു മിനിറ്റ്. ഇതാണോ നമ്പർ? ഹലോ പറഞ്ഞോ. ഇതാണോ നമ്പർ? ഞാൻ ഇപ്പൊ തിരിച്ചു വിളിച്ചാൽ മതിയോ? സംസാരിക്കാം. വരാം. ഇങ്ങനെയാണോ ആ നമ്പർ മെച്ചടിക്കാൻ കാണിച്ച ആ ഒരു മനസ്സുണ്ടല്ലോ ജനക്സ്. ഞാൻ ലൈവിൽ കാണിച്ചു കൊടുത്തു. ഞാൻ അപ്പൊ തന്നെ തുറന്നു വെച്ചു കൊടുത്തു. ഇസ്മായിലെ പറയടാ. ഓ പറ ഇസ്മായിലെ. എന്റെ നമ്പർ ഒരു ഗ്യാങ് കൊണ്ടുപോയിക്കണേ. നിന്റെ വാങ്ങിച്ചേ? എന്നെ പിടിച്ച് കൈ പൊക്കി നിന്നെ കൈ പൊക്കിച്ചിട്ട് വാങ്ങിച്ച നമ്പര്? അങ്ങനെ അറിയോ മെമ്മാർദില. ശരി കോളാടാ. ഒറ്റ മിനിറ്റാ. ആ ഞാൻ വിളിക്കാം. അത് കുഴപ്പമില്ല. നീ ടെൻഷൻ ആവണ്ട. നോസി നമ്മ നോക്കിയോളാം. ഇസ്മായിലിനെ ഹോസ്റ്റേജ് ആക്കിയിട്ടാണ് നമ്പർ വാങ്ങിച്ചത്. പറയടാ എന്തോ ഗണ്ണെടുത്തു നിങ്ങള്? ആ ഗണ്ണൊക്കെ ഞാൻ എല്ലാവർക്കും എടുത്ത് കൊടുത്തു. ഞാൻ ചത്ത് കിടക്കല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇവിടെ നിന്ന് സ്പോൺ ചെയ്യാൻ പറ്റൂടാ? ഗാരേജിലെ വണ്ടിയിലുള്ള ഗാരേജിൽ പോയി എടുക്കാനാവോ? ഇപ്പൊ നമ്മൾ എങ്ങോട്ടും തൽക്കാലം പോകുന്നില്ല. സ്പ്ലിറ്റ് ആയിട്ട് വാ. അതെ ഇപ്പൊ എന്താ ചെയ്യണ്ടേ രാജുഭായ്? എന്താ ചെയ്യണ്ടേ രാജുഭായ്? ലീഡറിന് എന്നെ കാണണമെന്ന്. രാജുഭായ് നിങ്ങക്ക് കേക്കുന്നില്ലേ? ഹലോ സ്ഥലം പറഞ്ഞത് എന്നെ കൊല്ലു. വെച്ച് തോണ്ടി നോയിഞ്ഞ് കളിക്കാൻ കയ്യല. അല്ലെങ്കിൽ 8 പേരായിട്ട് നമ്മള് സിറ്റിസൺസ് ആണ്. അവരോട് പറയണം സിറ്റിസൺസ് ആണ്, നമ്മളെ 8 പേരൊക്കെ നമ്മളെ വരത്തുള്ളൂ. അങ്ങനത്തെ സാധനം പറഞ്ഞ അവന്മാര് അതേപോലെ പറഞ്ഞു. അല്ലെങ്കിൽ അവന്മാര് പക്ഷെ ഗ്യാങ് ഡ്രസ്സും ഗ്യാങ് വണ്ടി വന്ന് അടിക്കും. നമുക്ക് പറയാനുള്ള പ്രൊവിഷൻ ഇല്ല രാജുഭായ്. നമുക്ക് ഒരില്ല. കുറെ ലൂപ്പുകൾ നമ്മളെ കഴുത്തി തൂങ്ങി കിടക്കുക. ഇനി നമ്മൾ അടിക്കാൻ പോണ സാധനമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സിറ്റിസൺസ് ആണെന്ന് പറയാം. ഓൾറെഡി നമ്മൾ സിറ്റിസൺ ആയാലും ഗ്യാങ് വണ്ടി സെയിം ഡ്രസ് ഇട്ട് കഴിഞ്ഞ് സെയിം ഇതായി കഴിഞ്ഞു. ഇനി നമ്മൾ ഞാൻ ഡൗട്ട് വെച്ചോട്ടെ. 8 പേർക്ക് വേറെ ഡൗട്ട് വെച്ചോട്ടെ. നമ്മൾ അടിച്ചത് ഗ്യാങ്ങിനല്ലല്ലോ, സിറ്റിസൺസിനല്ലേ? അവരെങ്ങനെ അത് ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ട് വരുന്നേ? അത് സംസാരിച്ച് ഇതാക്കി മാറ്റണം. അത് നേരിട്ട് പോയാൽ എന്തായാലും അടി പൊട്ടും. ഫോണിൽ കൂടെ സംസാരിച്ചാൽ മനസ്സിലായോ? അല്ലെങ്കിൽ റേഡിയോ കൂടെ ഫോണിൽ കൂടെ ഞാൻ പറയണെങ്കിൽ മാക്കും രാജുഭായി ഷിബു കയറല്ലേ?
അതാണ് ഉണ്ടാണ്ടിക്കോളൂ രാജുഭായി. ഞാൻ കാരണം നേരിട്ട് പോയി ഉറപ്പായിട്ട് പൊട്ടും. വെറുതെ പോയിട്ട് ഹോസ്റ്റേജ് ആവണ്ടെന്ന് എന്റെ അഭിപ്രായം. അത് തന്നെ പോണ്ട. ജൂൺ എന്താ പറഞ്ഞോ എല്ലാരും പെട്ടെന്ന് സംസാരിക്കാൻ പറഞ്ഞേ. ലൊക്കേഷൻ തരാൻ പറഞ്ഞു, സോൾവ് ആക്കിയിട്ടൊന്നുമില്ല. ലൊക്കേഷൻ പറഞ്ഞു, അല്ലെ നിങ്ങളുടെ ഗ്യാങ് ഗ്യാങ് ആവൂലെന്ന് ഭീഷണിപ്പെടുത്തിയ അല്ലേ രാജുഭായ് ഫോൺ ചെയ്യാം. എല്ലാരും സൈലന്റ് ആയിക്കോ ഒന്ന് കോൾ ചെയ്യട്ടെ. സൈലന്റ് ആയിക്കോ. കോള് പറഞ്ഞുതരാം. അങ്ങോട്ട് മാറിയുന്നേ അവര് ഓരോന്ന് ഇട്ടുതരും, അതിന്റെ വായലോട്ട് കയറി കൊടുക്കല്ലേ. എടാ ആരും ഇങ്ങോട്ട് അടിച്ചിട്ടില്ലെന്നാ ഓല് പറഞ്ഞേ. അത് പറഞ്ഞ് ക്ലിയർ ആയി കൊടുക്കും. ഇങ്ങോട്ട് ആരും അടിച്ചിട്ടില്ല എന്നാ പാൽക്കണം കൊണ്ട് വിളിപ്പിച്ചെന്നാല് അതല്ലേ. രാജുഭായ് ഞാൻ ഒരു കാര്യം പറയട്ടെ. രാജുഭായ് ഞാൻ ഒരു കാര്യം പറയട്ടെ. രാജുഭായ് ഹലോ, നമുക്ക് 3 പേർ കൂടെ അങ്ങ് പോയാലോ? ബാ 3 പേർക്കും പോയാൽ നമ്മളെ 3 പേര് അടിക്കും, കത്തിക്കും, ഹോസ്റ്റേജ് ആക്കും. രാജുഭായ് 3 പേർക്ക് ഞാൻ ഒരു കാര്യം പറയാം. രാജുഭായ് നിൽക്കി, ഞാൻ വേറെ കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ. നമ്മള് 3 പേരും പോയാല് ഇതെന്താ സംഭവം ചോദിച്ചു, ഒന്നെങ്കിൽ സംസാരിക്കുക, ഇല്ലെങ്കിൽ അടിക്കുന്നെങ്കിൽ അവന്മാർ എന്താ ചെയ്യട്ടെ. ഇത് നമ്മൾ എല്ലാവരുടെ പോയാൽ അടുത്ത ലൂപ്പ് ഹോള് നോക്കാണ്ടാന്ന എന്റെ അഭിപ്രായം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആക്ച്വലി ഒരു സിറ്റുവേഷൻ എന്ന രീതി കൺസിഡർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ പോകുമ്പോൾ മാത്രമേ സിറ്റിസൺസ് 8 പേരും അതുപോലെ ഗ്യാങ് 15 പേരും ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളൂ. അതല്ല നമ്മൾ ഇത്രയും പേര് ഒന്നിച്ചിട്ട് സംസാരിക്കുക, ആ സമയത്ത് ആ കൊണയോ അടി ആകുന്നെങ്കിൽ 8 പേര് നോക്കേണ്ട ആവശ്യമില്ല. അവിടെ ഡ്രസ് ഷോപ്പിൽ കഴിഞ്ഞത് ഫാൽക്ക അത് കഴിഞ്ഞു, അത് ഒരെണ്ണം കഴിഞ്ഞു. ഇത് നമ്മൾ ഡ്രസ് ഇട്ട് വീണ്ടും സംസാരിക്കാൻ പോയില്ലേ രാജുഭായ്? സംസാരിക്കണം. അതെ അതെ, അപ്പൊ നമുക്ക് സംസാരിക്കാൻ പോവാന്ന് പറയാം. അപ്പൊ അതിനെത്ര പേര് വേണമെങ്കിലും പ്രശ്നമൊന്നുമില്ല. വൾഗറാക്കിയാൽ മാത്രം നമ്മൾ തിരിച്ചെന്തെങ്കിലും ചെയ്താൽ മതി. മനസ്സിലായോ? ഇങ്ങോട്ട് വരാൻ പറയട്ടെ. അല്ലല്ല, ഞാൻ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിന് മുൻപ് കൊടുക്കല്ലേ. ഹലോ, ലൊക്കേഷൻ പറയാമോ? ഹലോ ഞാൻ മാക്കാണ്. പറഞ്ഞോ ബ്രോ. ലീഡർ ബ്രോ, ഞാൻ വിളിക്കാം. നേരിട്ട് സംസാരിക്കും. നിങ്ങൾ എവിടെ ഉള്ളേ? നിങ്ങള് എവിടെ ഉണ്ട്? നിങ്ങളിപ്പോ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഞങ്ങൾ അങ്ങോട്ട് വരാം. കത്തലില്ലാത്തൊരു സ്ഥലം പറയൂ. എയർഫീൽഡ് പറയാം. സാൻഡി എയർഫീൽഡ് വരാമോ? സാൻഡി എയർഫീൽഡ്. ഓക്കെ വരാം. ഇത് അടിക്കാനാണ്. എടാ എനിക്ക് ഇത് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചോദിക്കണ്ട. എല്ലാരും ഇങ്ങോട്ടൊന്ന്. ഇത് നമ്മള് ഒരു സിറ്റുവേഷൻ ആയിട്ട്, ഞാൻ ഫാൽക്ക കേൾക്കുന്നുണ്ടോ? ഫാൽക്കണും രാജുവായി മാത്രം സംസാരിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് നമ്മളിപ്പോ അവരടിച്ച് നമ്മൾ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു നമുക്കെതിരായിട്ടുള്ള ഒരു സംഭവം വരരുത്. എനിക്ക് അത് മാത്രമേ എന്റെ കൺസിഡറേഷൻ. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? എന്റെ കൺസിഡറേഷൻ നമ്മുടെ ഗ്യാങ്ങിനെതിരായിട്ടുള്ള ഒരു FRPയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഗ്യാങ്ങിനെതിരായിട്ടുള്ള ഒരു FRPയോ കാര്യങ്ങളോ ഒന്നും ഇതിന്റെ അകത്ത് വരാൻ പാടില്ല. യാതൊരുവിധ ലൂപ്പ് ഹോൾസും വരാൻ പാടില്ല. എനിക്ക് അതേ ഉള്ളൂ കൺസിഡറേഷൻ. ഇനി അതിന്റെ പേരിലാണെങ്കിൽ എയർഫീൽഡിലോട്ട് നമ്മൾ പോകുന്നത് ഫസ്റ്റ് അടി അവരെ ഭാഗത്ത് നിന്ന് വരണം. മനസ്സിലായോ എല്ലാവർക്കും? അത് മനസ്സിലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. പോയോ? അവരെ നരിക്കണം. രാജുഭായ് എടാ, ഒരാൾ എന്റെ വണ്ടി കയറും. ഞാൻ ഇത് കയറാൻ പോ. ഒരാൾ എന്റെ വണ്ടി കയറും. എടാ ഷിബു, എന്റെ വണ്ടി എടുക്കടാ ഷിബു. പോട്ടെ. എടാ ഇവനെടുത്തോ, വണ്ടി എടുത്തോ. ജയിച്ച വണ്ടി എടുത്തോ. ഷിബു ആ വണ്ടി കയറും. ഷിബു അത് കയറാം. എന്താന്ന് എനിക്ക് കത്തല, എനിക്ക് നിക്കുവായിരുന്നു വണ്ടി. അല്ലല്ല, ഇനി വേറൊരു കാര്യം പറയാം. സാൻഡി എയർഫീൽഡ് ആണ്, ഓപ്പൺ സ്പേസ് ആണ്. അമ്മാര് വണ്ടി വളച്ചാ നിർത്തുന്നെങ്കിൽ അടി എന്തായാലും പൊട്ടിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. മറ്റേ വീടുണ്ടല്ലോ, ആ വീട്ടിനകത്ത് കളിക്കുന്നെങ്കിൽ കുറച്ച് കവർ ഉണ്ടാവും. പക്ഷെ എന്നാലും കറങ്ങി അടിക്കാൻ പറ്റും. നമ്മളിവിടെ അഡ്മിനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ.
വേണ്ട വേണ്ട അത് അറിയാണ്ട് കേട്ടോ ഇത്. എടാ ഞാൻ ഒരു സാഞ്ചാർ ഫീൽഡ് വന്നു എല്ലാരും അവിടെ വരുന്നുണ്ടോ ഒരുമിച്ച് വരാൻ ഒരുമിച്ച് ഒരുമിച്ച് പോ ഒരുമിച്ച് വാ. നിങ്ങളൊന്ന് വിശ്വാസം എന്റെ പിങ്ങുവാ എന്റെ പിങ്ങുവാ ഓക്കെ ഓക്കെ എല്ലാരും പിങ്ങുവാ പിങ്ങുവാ. പറയാ വരൂലേ കുറച്ചുണ്ട്. ഓക്കെ എന്റെ പിന്നാണോ എല്ലാരോടും റെഡിയോ ആ കേക്കാ എടാ നേരിട്ട് വാ. പിങ്ങുവാ പിങ്ങുവാ. എടാ അതിലെങ്ങനെ കേറാൻ പറ്റൂലടാ അളിയാ, ഇപ്പുറത്ത് കൂടെ വരണം. മറ്റേ സൈഡിലോട്ട് കയറണ ഫാൽക്ക. എന്റെ പുറകെ ആ സൈഡിൽ കൂടെ കേറാൻ പറ്റില്ല, നമ്മളെ മെയിൻ എടാ എൻട്രൻസ്. പ്രണവ് ഇല്ലേടാ, പ്രണവ് എന്താടാ കേറാഞ്ഞ്? അറിയില്ല അത് വിട്, നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം എല്ലാരും ആ പമ്പിന്റെ സൈഡിലോട്ടോ. രാജുബ എന്റെ കൺസേൺ ഇത്രേ ഉള്ളൂ. ഇനി അവന്മാർ ഇതൊരു ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് ഇവിടെ വരാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ഫ്രെയിമിങ് ആവരുത്, മനസ്സിലായില്ലേ? നമ്മളെ തല്ലിലുണ്ടല്ലോ അതെ അവർ സംസാരിക്കട്ടെ. എങ്ങനെയാണ് അവരുടെ സംസാരം നോക്കണം പോലും നമ്മളെ ഞാൻ മാന്യമായി വേണം സംസാരിക്കാം. വൺവേ ആണ്, നിങ്ങൾ ഈ വൺവേയില് നിന്നാ മതി. റൈറ്റ് സ്പീക്കർ നമ്മളെല്ലാരും ഒരുമിച്ച് കളിക്കാൻ. ഞാൻ ഇന്ന് നമ്മള് വൈകിട്ട് ഒരു സാധനം നിങ്ങൾ എല്ലാരും എന്നിട്ട് ഇവിടെ വണ്ടി ഇട്. നമ്മൾ ഒരുമിച്ച് നമ്മൾ സംസാരിക്കാൻ വന്നതാണ് കേട്ടോ, മനസ്സിലായോ? സംസാരിക്കാനാണ് വന്നത്. ആരും തിരിച്ച് കൊണയടിക്കരുത്, മനസ്സിലായോ? അവന്മാര് പുറത്തെടുത്ത് എല്ലാരും വണ്ടി ഇവിടെ കൊണ്ടുപോയിട്, അകത്ത് കൊണ്ടുപോയിട്. ഞാൻ ഇറങ്ങി. അല്ല ഒരു കാര്യം പറയാം, ആരും ഗണ്ണെടുക്കരുത്. സംസാരിക്കാൻ ഇപ്പൊ തൽക്കാലം കുറച്ചു പേരുണ്ട്, അതുകൊണ്ട് ആരും സംസാരിക്കണ്ട, പോയിന്റും പറയണ്ട, ഒന്നും പറയണ്ട, മനസ്സിലായില്ലേ? തൽക്കാലം സംസാരിച്ചോളാം. കാരണം ആ പേര് മതി. എന്താണ് കൊണക്കണെന്ന് പറഞ്ഞ് അതൊന്നും എന്ത് വേണോ മനസ്സിലാവുന്നുണ്ടോ? അവര് മാക്സിമം ട്രൈ ചെയ്യും ട്രിഗർ ആക്കാൻ. നമ്മുടെ കൂട്ടത്തിൽ വേറെ ആരും വാ കൂട്ടരുതേ. തുറക്കരുതെന്ന് സംസാരിക്കാൻ പോകുന്നതിന് 8 മെമ്പേഴ്സിന്റെ കാര്യമില്ല. സ്വിഫ്റ്റിയാ? സ്വിഫ്റ്റി വേണോന്നോ? എന്തുവാ രാജുഭായി സ്വിഫ്റ്റി? എന്തുവാ സ്വിഫ്റ്റി? ഈ സ്വിഫ്റ്റി എന്തുവാ സ്വിഫ്റ്റി? അറിയണ ആൾക്കാരാണെങ്കിൽ എന്താ അടിച്ചു വണ്ടി എടുത്തേ. അത് രാജുഭായി ഞാനൊരു കാര്യം പറയട്ടെ. എനിക്ക് ലാഗ് അടിച്ചിട്ട് ഇതേ സംഭവം അവന്മാരുടെ രാജുഭായി ഫാൽക്കൺ മാത്രമാണ്, അവർ മാത്രം സംസാരിച്ചാൽ മതി. വെറുതെ ഷിബു അവിടെ, ഷിബു ഞാൻ ഷിബുക്കുട്ട 10 മണി. ഓക്കെ ടൊമാറ്റോ കെച്ചപ്പ് അവര് വന്നു. എല്ലാരും ഒരുമിച്ച് ബാക്കി നിന്നേ. എല്ലാരും ബാക്കി പോയിരുന്നു. എല്ലാരും ബാക്കി ഷിബു പറഞ്ഞ എല്ലാരും ബാക്കി. നമ്മൾ 3 പേര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കുഴപ്പമില്ല, സംസാരിക്കാൻ എന്തിനാ ഓപ്പൺ? അവരെ അകത്തോട്ട് പുറത്തോട്ട് വന്ന ആരാ? ലെഫ്റ്റ് സൈഡിൽ കൂടെ അകത്തു. അവരിവിടെ വണ്ടി എടുത്തേക്കുന്നേന്ന് മണ്ടന്മാരെ ഇതിന്റെ അകത്തോട്ട് കയറി പോടാ. ഇതാരെ പുറത്തുനിന്ന് ചാടി കളിക്കുന്ന? അകത്ത് പോടാ, അകത്ത് പോടാ. ഇതാരത്? മാക്കിനെ കൺട്രോൾ ചെയ്യാനാ. സെന്റർ എടുത്താൻ മാക്കിനെ സെന്റർ എടുത്താൻ. സിറ്റുവേഷൻ പറയണ കേട്ടാ. അതെ സിറ്റിസൺ ആണ്. ഹലോ ബ്രോ, ജൂൺ ബ്രോ ആണോ? ലീഡർ ആണോ? അതെ ജൂൺ ആണ്. എന്റെ പേര് മാക്, ഞാനാണ് മാക്. നിങ്ങളെ ഗാങ്ങാണ് ബ്രോ പറയൂ. സിറ്റുവേഷനുള്ള ആൾക്കാരൊന്നും സിറ്റുവേഷനുള്ള ആൾക്കാരൊന്നും അവിടെ സിറ്റുവേഷൻ ഉണ്ടായമാര് വന്നേ. സിറ്റുവേഷൻ ഉണ്ടായമാര് വന്നേ. വാ എല്ലാരും വാ. എന്റെ കൂടെ സ്പൈഡറും കൂടെ ഉണ്ടായിരുന്നു, അവനെ വിളിച്ചോട്ടെ. സ്പൈഡറിന് അറിയാം എന്തെങ്കിലും സ്പൈഡർ സ്പൈഡർ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വന്നേടാ, കാരണം നീ ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. അടിക്കാൻ നിക്കണ കേട്ടോ അജുനെ. നമ്മളാരെ അടിക്കാറ്? സംസാരിക്കാൻ വിളിച്ച് ഞങ്ങൾ സംസാരിക്കണം. ഗ്യാങ്ങിന് എങ്ങനെ ഞങ്ങൾ അടിക്കുന്നതോ? സിറ്റിസൺ എങ്ങനെയാ ബ്രോ ഗ്യാങ്ങിന് അടിക്കുന്നത്? ചോദിക്കും. ഇല്ല ഞാൻ ചോദിക്കട്ടെ, എന്തിനാടാ അടിച്ച സംഭവം ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് പറയണേ. ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്ത്. ബ്രോ നമ്മളാണ് ഒരാളെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു, അപ്പം ഒരു പുള്ളിക്കാരൻ വന്ന് വണ്ടി ചിടിച്ച് നമ്മള് വീണ് എണീറ്റ് എവിടെ സംസാരിച്ചേ? ടീം ഡ്രസ് ഓക്കെ
അവിടെ വെച്ച് ഇടിച്ചു. പുള്ളിക്കാരൻ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയില്ല, വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്ത്. അപ്പൊ ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞാൻ നേരെ വണ്ടി നിർത്തിയിട്ട് എന്താ ബ്രോ കണ്ണ് കണ്ടൂടെ കണ്ണ് കണ്ടൂടെ ചോദിച്ചപ്പോ കറക്റ്റ് അല്ലേടാ പറയുന്നത്? ഞാൻ കണ്ണ് കണ്ടൂടെ ചോദിച്ചു. കണ്ണ് കണ്ടൂടെ ചോദിച്ചപ്പോ എന്താ ബ്രോ കണ്ണ് കണ്ടൂടെ ചോദിക്കേണ്ട ആവശ്യം എന്താ, ഇടിച്ചെങ്കിൽ ഞാൻ വന്ന് സോറി പറയത്തില്ലെന്ന് പറഞ്ഞു ഇവൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ, ഓക്കെ ബ്രോ ഇടിച്ചെങ്കിൽ സോറി പറയാത്തോണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ട് കണ്ണ് കണ്ടില്ലേ എന്ന് ചോദിച്ചു. നിന്റെ ഇടൊന്നും അല്ലായിരുന്നു. നീ ഇങ്ങനെ ഓരോ ആൾക്കാരല്ലടാ, ഓരോ ആൾക്കാരും അവരുടെ രീതിയിലുള്ള ടോണിലല്ലേ സംസാരിക്കാന്. പിന്നെ വണ്ടി വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണ്ട ഒന്ന് പറഞ്ഞു. ഈ സിറ്റിയില് ആരും വണ്ടി അങ്ങോട്ടും അല്ല ലീഡർ സംസാരിക്കും ബാക്കിയുള്ളവർ സംസാരിക്കുന്ന അത്ര മാനസ് അത് ഞങ്ങൾ നോക്കിക്കോളാം. എടാ സിറ്റിയില് ഒരു വണ്ടി ഇടിച്ച് അത് ചിലപ്പോ നിന്റെ പോയില് ചിലപ്പോ ഇടിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ ചിലപ്പോ ഇടിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോ അവൻ വന്നിട്ട് അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സോറി പറയും. പക്ഷെ നീ നീ സംസാരിച്ച ടോണ് ഇതല്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണോ? ഒരാള് കേട്ടല്ലോ. എടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് സിറ്റിസൺസ് ആണെന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാന്നുണ്ടോ? ഇല്ല. പിന്നെ സിറ്റിസൺസിനെ എന്തും ചെയ്യാവുന്ന റൂളുണ്ടോ? സിറ്റിസൺ എന്തിനാണ് ഈ കൊണക്കാണ്? സിറ്റിസണോ ഗ്യാങ്ങോ ആരെങ്കിലും നമ്മള് ഗ്യാങ് ഡ്രസ്സിലല്ലാത്ത ഒരാളടുത്ത് എങ്ങനെ അറിയാൻ പറ്റും ബ്രോ? ഞാൻ പറഞ്ഞു കണ്ടവനോട് പോയി ബ്രോ അങ്ങനെ ഒരു മിനിറ്റ് നിങ്ങളുടെ ലീഡർ സംസാരിക്കല്ലോ. എടാ കോലീഡർ ഉണ്ട്, സംസാരിച്ചോണ്ടിരിക്കുക, നീ സംസാരിക്കേ. എടാ ലീഡർ മാത്രല്ല നമ്മുടെ ലീഡറാണോ? എടാ നീ പറഞ്ഞോ, നീ പറയുമല്ലേ, നീ പറ. അല്ല ഞാൻ പറഞ്ഞല്ലേ എടാ നിനക്ക് ഇതേപോലെ അങ്ങ് ചോദിച്ചായിരുന്നു, മനസ്സിലായോ? അല്ല എനിക്ക് ആര് സംസാരിക്കുന്ന? ഒരു മിനിറ്റ്, ട്രിഗർ പറ. ഒരു കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ കേട്ടോളാം. ഞാൻ നിന്റെ കൂട്ടുകാരനാണ്, നിനക്ക് എന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയാം. ഒരു സിറ്റുവേഷൻ വരുമ്പോ നമ്മള് പിന്നെ ഇവ എന്നിട്ട് പറയുക, നമ്മള് റേഡിയോ കോളിൽ കറക്റ്റ് ആയിട്ട് പറയാണ്, നീ ഇത് കേട്ടോളാം. ഇവന്മാരുമായിട്ട് സോൾവ് ആക്കാനാണെങ്കിൽ ഞാനില്ലെന്ന്. ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. എടാ നിക്ക്, ഇതാണ് കൊല്ലേണ്ട ആവശ്യമൊക്കെ എന്താടാ? കണ്ടവനെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് കൊല്ലം. ഒരു മിനിറ്റ് ഇതിലാ ഡ്രിഗറെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, ഡ്രിഗറെ കേൾക്കുന്നുണ്ടോ? ലൈക് സിറ്റുവേഷൻ അവിടെ നമ്മുടെ രണ്ടുപേര് ഡൗൺ ആയി കിടക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായ സമയത്ത് ഇവഞ്ച്വലി വരുന്ന ടോണിന്റെ ആ ഒരു ഗ്രാജുവൽ ടോണിൽ സംസാരിച്ചതിന് നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ഗുണമില്ല ഡ്രിഗറെ, മനസ്സിലായോ? ഞാൻ പറയുന്നത് കാമായിട്ടൊന്ന് കേൾക്കും. ഞാൻ പറഞ്ഞോട്ടെ, രാജുവേ പറഞ്ഞു. നിങ്ങളുടെ ടോണിനനുസരിച്ചിട്ടല്ലോ ഞങ്ങൾ നിങ്ങളെ ഗ്യാങ് ആണെന്നുള്ളത് നമുക്ക് അറിഞ്ഞോളൂ. ഗ്യാങ് ആണെങ്കിലും സിറ്റിസൺ ആയാലും ആരാണേലും. ബ്രോ ഒരു കാര്യം പറയട്ടെ. ഹലോ ബ്രോ, ഞാൻ നിങ്ങളൊരാളെ അടിച്ചു, ഒരാളെ അടിച്ചു. ആ ആളുടെ അടുത്ത് ഞാൻ 100 തവണ ചോദിച്ചു, ബ്രോ നിങ്ങൾ ആരാ, എന്തിനാ അടിച്ചേ, ആളുമാരെ അടിച്ച്, എന്നിട്ട് പുള്ളിക്കാരെ മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു ബ്രോ ഫാൽക്കൺ ആദ്യം ഡൗൺ ആയെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ പോലും അവിടെ വരുന്നത്.
ബ്രോ 100 തവണ ഞാൻ ചോദിച്ചു ബ്രോ ആള് മാറി അടിച്ചതായിരിക്കും ബ്രോ ആരെ പേരെന്താ ഏതെങ്കിലും ഗ്യാങ് കൊണ്ട് ഒന്നും മിണ്ടല്ല. പിന്നെ അവസാനം നമ്മൾ 4 പേര് ഇരുന്ന് ഗ്യാങ് 4 പേര് വെയിറ്റ് 4 പേര് ഗണ്ണേ ചെയ്ത് അങ്ങനെ ചോദിച്ചു. അല്ലല്ല ബ്രോ നമ്മൾ ആരാണെന്ന് അറിഞ്ഞിട്ടാ നമ്മള് ആള് മാറി അടിച്ചതാണ്. നമ്മൾ ഒരു വണ്ടി ഇടിച്ച് നിന്നെ ഒരു വണ്ടി ഇടിച്ച് നിനക്ക് സോറി പറയാൻ ടൈം കൊടുക്കണ്ടേ? ടൈം കൊടുക്കണം ബ്രോ. എന്തിനാ അടിച്ച? അല്ലാതെ നിനക്ക് കണ്ണില്ലെന്ന് പറഞ്ഞിട്ട് ഗണ്ണെടുത്ത് കണ്ണില്ലെന്ന് പറഞ്ഞ ഡയറക്റ്റ് ഒന്നും ഞാൻ ഗണ്ണെടുത്ത് അടിച്ചിട്ടില്ല. ഞാൻ അതിനുശേഷം അവൻ ഡ്രസ് ഷോപ്പിന് അകത്ത് കയറുന്നവരെ സംസാരിച്ചായിരുന്നു. അതിനുശേഷം ഡ്രസ്സിന് അകത്ത് കയറിയിട്ട് ഞാൻ തിരിച്ച് പുറത്തിറങ്ങി. ഞാൻ സംസാരിച്ചത് നിങ്ങളെ ഷാഗിന് പറഞ്ഞോട്. ഷാഗിയോട് ചോദിച്ചു. അല്ല നീ നിനക്കറിഞ്ഞൂടെ? എടാ നീ ട്രിഗറെ നമ്മള് സംസാരിക്കാൻ വന്നല്ലേ ട്രിഗറെ? അല്ല ട്രിഗർ അല്ല ബ്രോ. ജൂൺ ബ്രോ എവിടെ? ജൂൺ ബ്രോ ഈ ടോണിലല്ല എന്നോട് സംസാരിച്ചത്. ട്രിഗറെ ഒരു മിനിറ്റ്. ട്രിഗറെ എനിക്കൊരു കാര്യം പറയണം. നിങ്ങളുടെ ലീഡർ എന്നെ വിളിച്ചിട്ട് ഈ ടോണിലല്ല സംസാരിക്കാൻ വിളിച്ചത്. ആണല്ലോ, എന്നെ വിളിച്ചത് സംസാരിക്കാനാണ്. നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇല്ല അത് ബുദ്ധിമുട്ടാണ് അളിയാ. കാരണം വെച്ചാലേ നമ്മുടെ കൂട്ടത്തിലെ 4 എണ്ണത്തിന് അവിടെ അടിച്ചു വന്നിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 4 പേര് ഡൗൺ ആയിരുന്നു അവിടെ. നിങ്ങളുടെ സൈഡിൽ ഡൗൺ വന്നിട്ടില്ല എന്ന് നമ്മ പറയുന്നില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവര് സംസാരിച്ചുണ്ടായ ഒരു സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ റെസ്പെക്റ്റിനാണല്ലോ നിങ്ങളുടെ ലീഡർ വിളിച്ചപ്പോ നമ്മള് സംസാരിക്കുന്നത്. ഞാൻ ഷാഗിനെ അടിച്ചവൻ എന്നെ അടിച്ചു. അതിനുശേഷം രാജുഭായി നമ്മൾ 4 പേര് ചെന്നിട്ട് അവിടെ ഗൺ പോയിന്റ് കാര്യം ചോദിക്കാൻ നിന്ന് രാജുഭായി ബ്രോ എനിക്ക് പറയണമായിരുന്നു ബ്രോ. അത് പറഞ്ഞൂടെ? ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ. സിമ്പിൾ ഒരു മിനിറ്റ് ഡ്രിഗറെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഡ്രിഗറെ ജൂൺ ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഹലോ ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ ട്രിഗർ ഈ സിറ്റുവേഷൻ ഞാനും നീയും തമ്മിലാണെങ്കിൽ ഒന്നാമത്തെ കാര്യം നീ എന്താ പറയാൻ പോണത്? ഞാൻ ട്രിഗർ ആണെന്നില്ല ഞാൻ മാക്ക് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാന്നുള്ളതല്ലേ ഇവിടെ ആദ്യത്തെ കാര്യം. അവിടെ ഒരു അൺവാണ്ടഡ് സിറ്റുവേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മള് പറയേണ്ട കാര്യം ഇതാണ്. മനസ്സിലായില്ലേ? നമുക്ക് അറിയത്തില്ല. ഞാനൊരു കാര്യം പറയട്ടെ. അവൻ പറഞ്ഞില്ലെന്ന് എന്നെ അടിച്ചിട്ട് കഴിഞ്ഞാണ് ആ സംഭവം ഉണ്ടാകണത്. അവനോട് ചോദിക്കണം അല്ലേ? ഇത് ഷാഗിയല്ല സംസാരിക്കുന്നത്. അപ്പോഴും പറയണല്ലോ. അപ്പൊ എങ്ങനെ പറയാൻ? എന്നെ അടിച്ചോ ഞാൻ എന്തിനു പറയാൻ? ഇവനൊന്ന് കൊണക്കിയല്ലേ ചോദിച്ചോ? നീ ഗ്യാങ്ങാണോ ചോദിച്ചോ? നീ നിന്നോട് ആരോ ഒന്ന് എന്റെ ആവശ്യമല്ല. എനിക്ക് നീ ആരോന്ന് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ചെന്ന് ജൂണല്ലേ? ഫാൽക്ക ഒരു മിനിറ്റ് എടാ റേഡിയോ സൈലന്റേക്ക്. എന്തേലും നിങ്ങൾ ഒന്നാമത്തെ കേസ് ഗ്യാങ് മോണിറ്ററിംഗ് പീരീഡിലാണ്. മനസ്സിലായി. അപ്പൊ നിങ്ങളുടെ ആവശ്യമാണ് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് മാക്സിമം അവോയ്ഡ് ആക്കി നടക്കാന്നുള്ളത്. ഇതുപോലെ എന്തെങ്കിലും വണ്ടി ഇടിച്ച് അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഗ്യാങ് ആയി കഴിഞ്ഞിട്ട് തീർക്കാം. അതും പറഞ്ഞ് എന്തേലും പറഞ്ഞ് മറ്റേത് ചെയ്ത് അടിക്കാനുള്ള പരിപാടിയാണെങ്കിൽ നടക്കൂല ഇത് ഇവിടെ. ഞാൻ സത്യം പറഞ്ഞ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്നും സംസാരിക്കാൻ വന്നില്ല ഇന്നുവരെ. പക്ഷെ ഇവരാണെങ്കിലും നിങ്ങളുടെ അടുത്ത് വേണ്ട, അവർ ഗ്യാങ് ആവട്ടെ, അവരുടെ അടുത്തൊന്നും പറയണ്ട, സംസാരിക്കണം എന്നുള്ളത് വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് നമ്മളാ. എന്നിട്ട് നിങ്ങള് ഇതുപോലെ നമ്മളൊന്നും സംസാരിച്ചില്ല ജൂൺ ബ്രോ. ഞാൻ ഇതിനകത്ത് എനിക്ക് നല്ലോണം അറിയുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. കഴിഞ്ഞതിന് ശേഷം അവിടെ ഷുക്കൂർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ എനിക്ക് അറിയായിരുന്നു. ഞാൻ സംസാരിച്ചു. ഷുക്കൂർ വന്നപ്പോ ഞാൻ എങ്ങനെ സംസാരിച്ചെന്ന് ചോദിക്കും. ജൂൺ ബ്രോ ഒന്ന് വിളിച്ചേ, ഷുക്കൂറിനെ വിളിച്ചിട്ട് ചോദിക്കും ഞാൻ എങ്ങനെ ഇതിനു ശേഷം ഷുക്കൂറിനോട് ഞങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്തെന്ന് ചോദിക്കും. ചോദിച്ചു ഷുക്കൂറാണ് അടിച്ചിട്ടില്ലേ അറിഞ്ഞൂടല്ലോ. ഒരു സെക്കൻഡ് ഷാഗി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഷുക്കൂർ എന്ന് പറയുന്ന ആൾ അവിടെ വന്നു. ഷുക്കൂറിനെ എനിക്കും അറിയാം. കക്കായി പറഞ്ഞിട്ട് എനിക്ക് ഷുക്കൂർ എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഈ സിറ്റുവേഷൻ. ആരടിക്കുന്നത്? പറക്കേടുക
ഗണ്ണ് പോണില്ലടാ, ഗണ്ണിന്ന് ബുള്ളറ്റ് പോണില്ല. ഈ പിങ്ങിൽ പിങ്ങിൽ പിങ് വീഴണില്ല കേട്ടോ. PL ഒരുമിച്ച് കട ഒരുമിച്ച് പിങ് പിങ് കണ്ടു ഒരുമിച്ച്. ഞാൻ അടിച്ചു കണ്ടോടാ, എനിക്ക് കറക്റ്റ് അടി. ബുള്ളറ്റ് പോകുന്നടാ, എന്റെ മൗസ് കേടാണ് ഒന്നാമത്തെ കാര്യം. ഞാൻ 2 ദിവസമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും. ഞാൻ വെറുതെ അവന്റെ തലേക്ക് എണ്ണയും ചെയ്ത് വെച്ചേക്കുക. തൊപ്പിയാ എന്തിന്? നമ്മൾ സംസാരിക്കാൻ പോയത് നമുക്ക് ഈ ഗ്യാങ് കൂടെ വരണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം, മനസ്സിലായോ? അവന്മാരെ ചെയ്യട്ടാ, ഇതിവിടെ വരിക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രയോറിറ്റി. ബാക്കി എന്താന്ന് വെച്ചാൽ അപ്പൊ പിള്ളേർ ഇപ്പോഴും അടിക്കുന്നുണ്ട്. റെയ്ഡോ തൊപ്പിടാ ഈ സമയത്തോ? എടാ നീ എല്ലാം കാണുന്നുണ്ടോ? നമ്മളൊന്ന് ഗ്യാങ് ആവാതിരിക്കാൻ വേണ്ടിട്ട് എത്ര പേരെ പരിശ്രമിക്കുന്നെന്ന് കാണുന്നുണ്ടോ നീ? നമ്മള് മാക്സിമം വിളിച്ചിരുന്നോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അടിച്ചവന്മാർക്ക് നീ കാണുന്നുണ്ടോ ഇതൊക്കെ പിള്ളേര്? തൊപ്പി വാച്ചിങ് കാണു കുഴപ്പമില്ല. എടാ എന്താ ഈ ഞാൻ വന്നപ്പോഴേ അടിക്കരുതെന്ന് പറഞ്ഞിട്ട് തന്നെ അവന്മാരെ കൊണ്ടുവന്നത്. പിന്നെ കിടക്കുന്നത് കുഴപ്പമില്ല, നല്ല നോക്കുന്നുണ്ടോ? കഴിവേറി കാര്യം മനസ്സിലാക്കുന്നു. നീ ഫുൾ സിറ്റുവേഷൻ കാണും. ഇതിനകത്ത് വരണ്ടേ ഗ്യാങ് ആയിട്ട്. അപ്പൊ നമ്മൾ കുറച്ചൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. വന്നതിന് ശേഷം കളി ഇതല്ലല്ലോ കളി. ഞാൻ അടിച്ച് എന്റെ HP 2 കഴിഞ്ഞിട്ടാ തോക്കുവലെടുക്കുന്നത്. വന്നവരെല്ലാരും സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, എല്ലാരും സബ് അടിച്ചിട്ട് പോണേ. വരുന്നവരൊക്കെ ഡു സബ്സ്ക്രൈബ് മൈ ഡിയർ ബോയ്സ് ആൻഡ് ഗേൾസ്. എല്ലാരും സബ് ചെയ്യാ. ഇതൊന്നും കണ്ട് പേടിക്കല്ലേ, ഇതൊന്നും കണ്ട് നിങ്ങളൊന്നും ആവല്ലേ, ഇതൊന്നും കണ്ടിട്ട് നിങ്ങളൊന്നും ആവല്ലേ. അവന്മാര് വെറുതെ ഗ്യാങ് പ്രിവിലേജ് ഹയറാർക്കി വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നത്. നമ്മളായിട്ടില്ല. പ്ലീസ് 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 ഗൈസ്. ഞാൻ അവന്റെ ലീഡറിനോട് എന്റെ ജീവിതത്തിൽ ഇത്ര മാന്യമായിട്ട് ഞാൻ ഒരാളോട് സംസാരിച്ചിട്ടില്ല. അത്രയ്ക്കും മാന്യതയിലാണ് ഞാൻ അവനോട് സംസാരിച്ചത്, മനസ്സിലായ? അതെനിക്ക് ഈ ഗ്യാങ് ഇവിടെ വരണം അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവനെ ആദ്യമേ വന്നപ്പോൾ അവൻ 3 പേര് വന്നിട്ട് നമ്മൾ 8 പേര് 16 പേര് ഇവിടെ നിൽക്കുക. അടിക്കാൻ അറിയാൻ പാടില്ലാണ്ടല്ല, മനസ്സിലായോ? നിങ്ങൾ ബുദ്ധിയുള്ളവരത് ചിന്തിക്കുക, അത് ആ രീതിക്ക് ഡീകോഡ് ചെയ്തെടുക്കുക, മനസ്സിലായോ? എടാ അത് ബുദ്ധിയുള്ളവർ, നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാവും. എടാ ഇതിലൊന്നും നമ്മളങ്ങനെ ഡൗൺ ആയിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ സംഭവിക്കും. എടാ ഇതൊക്കെ സംഭവിക്കും. എടാ ഒന്നുമില്ലെങ്കിൽ അവന്മാര്, ഞാൻ പറഞ്ഞു, ഒന്നുമില്ലെങ്കിൽ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയില്ല അവന്മാര്. എന്ത് ചെയ്യാൻ ഇതിൽ കൂടുതൽ ചെയ്യാനില്ല. പറ BNB മക്കളെ,
ഗൈസ് എല്ലാരും ലൈക്ക് അടിക്കുക, സബ് അടിക്കാത്തവരൊക്കെ സബ് അടിക്കുക. ലെറ്റ്സ് ഗോ 3. നമ്മൾ ഓൺ റോഡ് ടു 13K ആണ്. ഇവരെന്താ ചെയ്യാൻ പോകുന്നത് നോക്കട്ടെ. റോഡ് ടു 13K ആണ് ഗൈസ്, റോഡ് ടു 13K. എന്താടാ റോഡ് ടു 13K ആണ് ഗൈസ്, റോഡ് ടു 13K. എല്ലാരും സബ് അടിക്കുക ഗൈസ്, പട്ട സബ് അടിക്കുക ഗൈസ്. ലെറ്റ്സ് ഗോ. ഈ 3K ആൾക്കാർ സബ് അടിച്ചാൽ നമ്മൾ 15K ആവും. 3K ആൾക്കാർ പെട്ടെന്ന് സബ് അടിച്ചാൽ നമ്മൾ 15K ആവും. ഗ്യാങ് ഫോമായി ഫസ്റ്റ് അവർ അടിച്ചിറക്കുക. എടാ ഇത് എന്റെ പേഴ്സണൽ ആണ്, ഇത് എന്റെ ഫാൽക്കൺ അടിച്ചത്. ഞാൻ സാൻഡിന്ന് വന്ന മനസ്സിലായ. ഇത് കൊടുക്കും. കൈവക്കിയതാരാ? കൈവക്കിയതാ എന്ത് എടുത്താ അവിടെ ഉണ്ട്. അവരെത്ര ഡൗൺ ആണ്? 1 2 3 4 5 6 ഡൗൺ അവര്. വലിയ ഗ്യാങ് 6 ഡൗൺ അല്ല. പെട്ടെന്ന് എല്ലാരും സബ് അടിക്കുക. റോഡ് നമ്മൾ 13K ആണ്. 13K ആയി ഗൈസ്. ലെറ്റ്സ് ഗോ. എല്ലാരും 4K വാച്ചിങ്. കാണുന്നവരൊക്കെ സബ് അടിക്കുക. ലെറ്റ്സ് ഗോ. കാണുന്ന എല്ലാരും സബ് അടിച്ചാൽ ഇത് തന്നെ നമ്മള് ലെറ്റ്സ് ഗോ. ലെറ്റ്സ് മേക്ക് ഇറ്റ് 15K ഗൈസ്. കാണുന്നവരൊക്കെ സബ് അടിച്ചാൽ 15K ആവും, അതെനിക്കറിയാം. കാണുന്നവരെല്ലാരും സബ് അടിച്ചാൽ 15K ആവും. നോക്കട്ടെ ഏതവനാണ് ഷാഗിനെ പൊക്കിട്ടെങ്കിൽ ഒന്നുകൂടെ ആൾ കിടക്കുന്നുണ്ട്. 1 2 3 4 5 6 ഡൗൺ. കുഴപ്പമില്ല, ഹാപ്പിയാടാ. അടിക്കല്ലെന്ന് പറഞ്ഞിട്ട് അവന്മാർ അടിച്ച് 6 അടിച്ച് തറയിലിട്ടില്ലടാ. ബോട്ട് വ്യൂസ് ഒന്നും അല്ലടാ. എന്തൊക്കെയായിരുന്നു ബോട്ട് വ്യൂസ് ആണോ? ബോട്ട് വ്യൂസ് ആണോ? സിറ്റിസൺ ഗാങ്ങാടാ. ഷിബു വലിയ താളമ്പടല്ലേ? ഷിബു അതുപോലെ ഇവിടെ കിടക്കും, ഇങ്ങനെ മനസ്സിലായ? ഇവിടെ കിടക്കും. ഇതാണ് അവസ്ഥ. ഗ്യാങ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. സത്യം കവറായിരുന്നു. കേബിൾ ശരിയാക്കാൻ ഫാൽക്കൺ 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 എന്ന് പറഞ്ഞ കണ്ടിയാണ്. തീട്ടം ഫ്രണ്ടില് മാറ്റിയിട്ടേക്കുന്ന അവനെ നമ്മളെന്ന് പറഞ്ഞേ വടക്കൻ വീട്ടിലാ മനസ്സിലായ? നീക്ക് ഒരുത്തനെ തൊട്ട് വെക്കും, കേറി മേയും, മനസ്സിലായ? പൊസിഷൻ എടുത്ത് ഇരുന്ന് പിരിക്കാ പോലും, മനസ്സിലായ? ടർഫ് കളിക്കണ നീ ആരെന്ന് വിചാരിച്ചു ബ്രോ? നീയൊക്കെ ഗ്യാങ് ആയിട്ട് വാ. അപ്പം അവനെ പൊക്കിയിരടാ, അവനെ വണ്ടി മുട്ടിയാലേ സോറി പറയാൻ പറ്റില്ല. കത്തിക്കണ വിട്ടേക്കടാ, വേണ്ട കത്തിക്കണ്ടടാ. 2-3 മാറ്റി നിർത്തി എത്തിച്ചാ പോരെ? അല്ല വെയിറ്റ്, ഇവനെ കത്തിക്കല്ലേ. നിങ്ങക്ക് സിറ്റിസൺ അല്ലേ? കളിച്ചാ മതി ചേട്ടാ, വേറൊന്നും വേണ്ട. സിറ്റിസൺ
ഓ ഓ ഓ ഓ ഓ കത്തിച്ചിട്ട് പോയിട്ട് പോരാ ചേട്ടാ, ഇവിടെ ഒരാൾ നിൽക്കുക, അവനെ പിടിച്ചു പോണം. ഹെൽപ്പിട്ട് അഡ്മിനെ വിളിച്ചേ. അവിടെ ഒരു മീശ വെച്ചൊരു കണ്ടി ഉണ്ടായിരുന്നടാ കൂട്ടത്തി, മീശ വെച്ചൊരു മീശമാധവൻ. ഹലോ നിക്കട ഒരു സെക്കൻഡ് ഇവന്റെ കൊണയെന്ന് ഇവ അതിന് വാ തുറക്കല് പടക്കെ. വെയിറ്റ് മീശ തീട്ട പറ്റി തൂത്ത് കളഞ്ഞോ. അയ്യോ MRC എടുത്തിട്ടോ. വൃത്തി മാറി. അത് പൃഥ്വിയാ. എടൊന്ന് കത്തിച്ചിട്ടടാ അമ്മരെ. അടിച്ചു വിട് കത്തിച്ച്. അഡ്മിനെ വിളിയടാ ഒന്ന്. അപ്പം ഗ്യാസ് ഞാൻ കത്തിക്കണോ? ആ പോ. നാച്ചുറൽ ഇവിടെ ഗ്യാങ് വന്നിട്ട് ഫസ്റ്റ് സ്റ്റേഷന് ഇവരായിട്ട് എടുക്കണം. ഇപ്പോൾ കുഴപ്പമില്ല, പ്രണവുണ്ട് ഓർമ്മ തരാൻ. സീരിയസ്ലി വരുന്നാടാലും വരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ BNBയുടെ കുറച്ച് കാര്യങ്ങൾ ഇന്ന് 16,000 പേര് കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ പറഞ്ഞ BNB കഥകളിലെ കുറച്ച് അംശങ്ങൾ ഞാൻ എന്തോ മതി. എടാ അതിന് മുന്നേ ചരിതങ്ങൾ കുറച്ച് എനിക്ക് പുറത്ത് ഇപ്പൊ 16,000 പേര് വന്നിട്ടുണ്ട്. അല്ലല്ല, ഒരു 6,000 പേര് വന്നിപ്പുണ്ട് പുറയില്. 6,000 പേര് പുറത്തിപ്പുണ്ട്. കാണട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം കുറച്ച് ചരിത്രങ്ങൾ കിടപ്പില്ലേ. വണ്ടിയിലുണ്ടോടാ റയാനെ നീ? നമുക്ക് ആദ്യം വേണ്ടത് റേഡിയോ. എന്ത് താളമല്ലടാ ഇവര്. അവിടെ നിങ്ങൾ എത്ര പേര് സംസാരിക്കാനുണ്ടായിരുന്നു? നമ്മൾ 5 പേരെ ഗണ്ണെടുക്കുന്നതിന് മുന്നേ 1 HP ആക്കി. എന്നെയൊക്കെ അടിച്ച് തെറിപ്പിച്ചോളാം ആദ്യം തന്നെ. ഞാൻ ഗണ്ണെടുക്കുക വീഴുമായിരുന്നു. ഞാൻ ഒരുത്തനെ എടുത്ത് അപ്പോഴേക്ക് ബാക്കി വേറെ 5 പിക്കെന്ന് 6 പിക്ക് എടുത്തില്ല എല്ലാരും. 6 പിക്ക് പോരാൻ തോന്നല്ലോ. ഞാൻ 6 പേരെ പൊക്കുന്നത് കണ്ടോളാ. റേഡിയോ 1 പവർ ബാങ്ക് പവർ ബാങ്ക് നിങ്ങൾ ടെൻഷൻ ആവല്ലേ? മാക്ക് ഒന്നും പറയണ്ട. ഇപ്പം ഒന്നും പറയുന്നില്ല മാക്ക്.